രക്ഷാപ്രവർത്തനം എങ്ങനെ പുരോഗമിക്കുന്നു? എന്താണ് താങ്കൾക്ക് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ? ഹലോ, കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. രക്ഷാപ്രവർത്തനം എങ്ങനെ പുരോഗമിക്കുന്നു? മുളങ്ങുന്നത്താവ് മെഡിക്കൽ കോളേജിന്റെ സമീപത്തുള്ള മുണ്ടത്തിക്കോട് എന്ന് പറയുന്ന പ്രദേശത്താണ് ഇത് അപകടം ഉണ്ടായത്. അവിടെ നിന്നും ഏകദേശം 21 ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. 4-5 പേര് മരണപ്പെട്ടിട്ടുണ്ട്. വളരെ ഗൗരവമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. വളരെ മാനസികമായ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നിരവധി പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇനിയും നിരവധി പേരെ ഇങ്ങോട്ട് കൊണ്ടുവരാനുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോ 6 മരണം എന്ന ഒരു വിവരം നമുക്കും ലഭിച്ചിട്ടുണ്ട്. എന്താണ് അവിടുത്തെ രക്ഷാപ്രവർത്തനം? വളരെ ദുഷ്കരമാണോ ഇപ്പോഴും? അവിടെ ഞാൻ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ് ഉള്ളത്, മുളങ്ങുന്നത്താവ്. അവിടെ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. മാടക്കത്ത ഈ മുണ്ടത്തിക്കോട് ഈ പ്രദേശത്ത് ഇപ്പോഴും പടക്കം അങ്ങനെ തീഗോളങ്ങളും പൊട്ടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് രക്ഷാപ്രവർത്തനത്തിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഓക്കെ. ശ്രീ രാജൻ പല്ലൻ, ഇപ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ എത്ര പേരെ എത്തിച്ചിട്ടുണ്ട് എന്നറിയുമോ? 20ഓളം പേരെ എത്തിയിട്ടുണ്ട്. 20ഓളം പേര്. അതിൽ 4-5 പേര് മരണപ്പെട്ടിട്ടുണ്ട്. ശരീരഭാഗങ്ങളായിട്ടാണ് കുറെ കൊണ്ടുവരുന്നത്. അപ്പൊ അതിന്റെ സാഹചര്യങ്ങള് മരണം കൂടാൻ സാധ്യതയുണ്ട്. മരണസംഖ്യ കൂടാൻ സാധ്യതയുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ പരിക്കേറ്റെത്തിച്ച എത്ര പേരുണ്ട്? അവരിൽ പരിക്ക് ഗുരുതരമാണോ? അങ്ങനെയുള്ള വിവരങ്ങളുണ്ടോ? അല്ല, പരിക്ക് ഗുരുതരമായിട്ടുള്ളവരുമുണ്ട്. ഗുരുതരമായിട്ടുള്ളവരെ കൂടുതലാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. വളരെ തിരക്കാണ്. എല്ലാവരെയും തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്കാണോ എത്തിച്ചിട്ടുള്ളത്? അതെ, തൃശ്ശൂർ മെഡിക്കൽ കോളേജിന്റെ അടുത്താണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇങ്ങോട്ട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവരാൻ എളുപ്പം. എല്ലാ സജ്ജീകരണങ്ങളും ഈ ഗുരുതരമായി പരിക്കേറ്റവർക്കൊക്കെ ഡോക്ടേഴ്സും എല്ലാം തയ്യാറായിട്ടുണ്ട്. എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറാണ്. എല്ലാവരും കൊണ്ടുവരുന്നത്. ആവശ്യത്തിനുള്ള ഡോക്ടേഴ്സും നഴ്സുമാരൊക്കെ ഉണ്ട്. എല്ലാം സജ്ജമാണ് ഇവിടെ കേട്ടോ. ഓക്കെ. വളരെ നന്ദി ശ്രീ രാജൻ പല്ലൻ, ഈ അവസരത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന്. എന്തായാലും അദ്ദേഹം തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണുള്ളത്. അദ്ദേഹം പറയുന്നത് ഏതാണ്ട് 10-20 പേരെയോളം അവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നതാണ്. അതിൽ പലരുടെയും നില ഗുരുതരമാണ് എന്ന വളരെ ഞെട്ടിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന വിവരമാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. ഒപ്പം ഈ പാടത്ത് ചിന്നിച്ചിതറിയ നിലയിൽ മനുഷ്യ ശരീരങ്ങൾ ഉണ്ട് എന്ന് പറയുന്നു. അത് പരിക്കേറ്റവരുടേതാകാം, അല്ലാതെയുമൊക്കെ ആകാം. അപ്പോൾ അതൊക്കെ ആശങ്ക ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ ശരീരഭാഗങ്ങൾ ഉൾപ്പെടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു എന്നതാണ് പറയുന്നത്. വലിയ ദുരന്തം തന്നെയാണ് തൃശ്ശൂരിൽ സംഭവിച്ചിരിക്കുന്നത്. പൂരത്തിൻ്റെ ഒരുക്കത്തിനിടെ, തിരുവമ്പാടി വിഭാഗത്തിൻ്റെ വെടിക്കെട്ട് ഒരുക്കത്തിനിടെയാണ് ഇപ്പോൾ ഈ അപകടമുണ്ടായിരിക്കുന്നത്. 40 പേർ ഈ അപകടം നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്നാണ് സംശയിക്കുന്നത്. വലിയ ഒരു പാടത്തിന് നടുക്കാണ് ഈ വെടിക്കെട്ട് പുരകൾ സജ്ജീകരിച്ചിരുന്നത്. 2.5 ഏക്കറോളം വരുന്ന ഇടമാണ്. അവിടേക്ക് എത്തുന്ന വഴി വളരെ ചെറിയ വഴിയായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യം ഈ അഗ്നിശമന സേനയ്ക്കൊക്കെ അവിടേക്ക് എത്താൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നീട് മതിലൊക്കെ ഇടിച്ചാണ് വാഹനങ്ങൾ അവിടേക്ക് എത്തിയത്. ചുറ്റും തുറസായ സ്ഥലമായതുകൊണ്ട് തന്നെ തീ പടരുമെന്ന ആശങ്കയില്ല. പക്ഷേ ഈ 5 വെടിക്കെട്ട് പുരകൾ അവിടെ ഉണ്ടായിരുന്നു. ഈ 5 വെടിക്കെട്ട് പുരകളും തീ പിടിച്ച് നശിച്ചിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഈ 5 വെടിക്കെട്ട് പുരകളിലായി ഏതാണ്ട് 40ഓളം പേരുണ്ടായിരുന്നു. അവരുടെ അവസ്ഥ എന്ത്? എത്ര പേർ ഈ അപകടത്തിൽപ്പെട്ടു? എത്ര പേർ ഓടി രക്ഷപ്പെടാൻ കഴിഞ്ഞു? തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പോഴും കൃത്യമായിട്ടില്ല. ഏതാണ്ട് 20ഓളം പേരെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ശ്രീ രാജൻ പല്ലൻ ഇപ്പോൾ നമ്മളോട് പറയുന്നു. അപ്പോൾ അത്രയും പേർ ഈ അപകടത്തിന് ഇരയായിട്ടുണ്ട് എന്നതിൻ്റെ സൂചനകളാണ് അത് നൽകുന്നത്. അതിൽ 4 പേരുടെയോളം മരണം അവിടെ വെച്ച് സ്ഥിരീകരിച്ചു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മൊത്തം മരണം ഇതുവരെ 6 സ്ഥിരീകരിക്കപ്പെടുന്നു. അപ്പോൾ ബാക്കിയുള്ള പരിക്കേറ്റവരുടെ നില ഗുരുതരമായിട്ടുള്ള നിലയിൽ എത്തിച്ചവരും ഉണ്ട് എന്നത് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വലിയ ഒരു അപകടം തന്നെയാണ് അവിടെ നടന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയുണ്ട് എന്നതിൻ്റെ വിവരങ്ങൾ കൂടിയാണ് വരുന്നത്. വലിയ ചൂടുള്ള സമയമാണ്. നമുക്കറിയാം, സംസ്ഥാനത്ത് വലിയ രീതിയിൽ ചൂട് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വലിയ കെടുതികളുണ്ട്. വലിയ രീതിയിലുള്ള മുന്നറിയിപ്പുകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സാഹചര്യം കാലാവസ്ഥ
കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യങ്ങളാകാം ഒരു പക്ഷേ ഈ അപകടത്തിലേക്ക് നയിച്ചതെന്ന് കരുതുന്നു. അതിനപ്പുറം മറ്റെന്തെങ്കിലും കെയർലെസ് ആയിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ രീതിയിൽ ഏതെങ്കിലും തരത്തിൽ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നത് കൂടുതൽ അന്വേഷണത്തിന് ശേഷമായിരിക്കും മനസ്സിലാക്കുക. എന്തായാലും ചൂട് കൂടിയിരിക്കുന്ന സമയമാണ്. ഇത്തരം അപകടങ്ങൾക്കുള്ള സാധ്യത അത് കൂട്ടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിരുദനഗറിൽ ഒരു അപകടമുണ്ടായത് കഴിഞ്ഞ ദിവസമാണ്. തമിഴ്നാട്ടിൽ നമ്മൾ കണ്ടു. ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടിയൊക്കെ ഒരുപാട് ഓർഡർ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള പണികൾ നടക്കുന്നതിനിടയിലാണ് അവിടെ അപകടമുണ്ടായത്. 24 മരണം സ്ഥിരീകരിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നതൊക്കെ വളരെ വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ്. പാടത്ത്, ഈ തുറസായ പാടത്ത് മനുഷ്യ ശരീരങ്ങൾ ചിന്നിച്ചിതറിയ നിലയിലാണ്. അവിടെ ഒരു ഈ വെടിക്കെട്ട് പുരയുണ്ടായിരുന്നു. അത് കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിച്ച കട്ടകൾ കൊണ്ട് നിർമ്മിച്ച ഒരു വെടിക്കെട്ട് പുരയായിരുന്നു. ആ കോൺക്രീറ്റ് കട്ടകൾ കിലോമീറ്ററുകളോളം ദൂരെ വരെ ചിതറി തെറിച്ചു എന്നതാണ് പറയപ്പെടുന്നത്. അവിടെ അങ്ങനെ കാണാം, നമുക്ക് ഈ കോൺക്രീറ്റ് കട്ടകൾ ചിതറിത്തെറിച്ചത് കാണാം. അപ്പോൾ അത്രയും വലിയ ആഘാതത്തിലുള്ളൊരു സ്ഫോടനമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ആദ്യ സ്ഫോടനം ഉണ്ടായിട്ടുള്ളത് 2:30 എന്ന് പറയുന്നു, 3:30 എന്നും പറയപ്പെടുന്നുണ്ട്. അതിൽ സ്ഥിരീകരണം വേണ്ടതുണ്ട്. എന്തായാലും ഇത്രയും മണിക്കൂർ കഴിഞ്ഞിട്ടും അവിടേക്ക് ആളുകൾക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല പൂർണ്ണാർത്ഥത്തിൽ. കാരണം ഈ വെടിക്കെട്ട് പുരകളിൽ ഇപ്പോഴും സ്ഫോടനങ്ങൾ, ചെറുതും വലുതുമായ സ്ഫോടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് സാധ്യമാകുന്ന ഇടങ്ങളിലെത്തിയുള്ള രക്ഷാപ്രവർത്തനങ്ങളാണ് ഇപ്പോൾ അവിടെ കൂടിയിട്ടുള്ളവർ, നാട്ടുകാരുടെയും ഒപ്പം മറ്റ് ഫയർഫോഴ്സ് ൻ്റെയും ഒക്കെ സേനാവിഭാഗങ്ങളുടെയും ഒക്കെ നേതൃത്വത്തിൽ നടക്കുന്നത്. എന്തായാലും മരണം 6 ആയിരിക്കുന്നു. വളരെ ദാരുണമായൊരു സംഭവമാണ് തൃശ്ശൂരിൽ ഉണ്ടായിരിക്കുന്നത്. തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ടിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത്. തിരുവമ്പാടി വിഭാഗത്തിൻ്റെ ഒരുക്കങ്ങളാണ്. വെടിക്കെട്ട് പുരയിലാണ് ഇപ്പോൾ അപകടമുണ്ടായിട്ടുള്ളത്. ഇപ്പോൾ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് എസ് ലല്ലു കൂടി ചേരുകയാണ്. ലല്ലു, ഇതുപോലെ ഒരു ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ച ആളാണ്. നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നായിരുന്നു പരവൂരിൽ അന്ന് സംഭവിച്ചത്. ഏതാണ്ട് 100ഓളം പേരുടെ മരണത്തിന് ഇടയാക്കിയ വലിയ ദുരന്തം അവിടെ സംഭവിച്ചിരുന്നു. ഇപ്പോൾ സമാനമായ നിലയിൽ മറ്റൊരു അപകടം കൂടി ഉണ്ടാകുന്നു. വലിയ ആഘാതമുണ്ടായിട്ടുണ്ട് ഇതിലും എന്നാണ് മനസ്സിലാക്കുന്നത്. 6 മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. എന്താണ് നമുക്ക് കൂടുതലായിട്ട് ലഭിച്ചിട്ടുള്ള വിവരങ്ങളൊക്കെ? നമുക്ക് ഈ അപകടവുമായി ബന്ധപ്പെട്ട് എന്താണ് ഇതിൻ്റെ കാരണം എന്നുള്ളതിലേക്ക് വളരെ വിശദമായ പരിശോധനകളും മറ്റും നമുക്ക് ആവശ്യമാണ്. പക്ഷേ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ ഒരൊറ്റ സെക്കൻഡ് ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ പാറമേക്കാവ് ദേവസ്വം പ്രതിനിധി ശ്രീ രാജേഷ് നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ രാജേഷ് മേനോൻ, എന്താണ് ഈ അപകടം സംബന്ധിച്ച് നിങ്ങൾക്ക് ഇതുവരെ ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ? 6 മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നാണ് വരുന്നത് മനസ്സിലാക്കുന്നത്. രക്ഷാപ്രവർത്തനം എങ്ങനെ പുരോഗമിക്കുന്നു? അല്ല, ഞങ്ങൾക്ക് ഇതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണയൊന്നും ആയിട്ടില്ല. ടു ഏർലി ടു സേ എനിത്തിങ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.